മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. നിങ്ങളെ സ്നേഹിക്കാൻ അറിയാം എന്നതിൽ കാര്യമില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന കൈകളിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോഴാണ് സ്നേഹത്തിന് അർത്ഥമുണ്ടാകുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളവരാണെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ ദിവസമാണ് നിങ്ങൾ മെച്ചപ്പെടാൻ ശ്രമിക്കുന്നത് നിർത്തുന്നത്. ഭക്തരെ, പാതയിൽ വളവുകളും കുഴികളും ഉണ്ടെന്നു കരുതി ആരും യാത്ര ചെയ്യാതിരുന്നിട്ടില്ല. ജീവിതവും അങ്ങനെയാണ്. രോഗങ്ങളും സഹനങ്ങളും പ്രതിസന്ധികളും വരും. ക്ഷമയോടെ യാത്ര തുടരുക. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ നാക്കുകൊണ്ട് മുറിയുന്നത് മനസ്സാണ്. അതിനാൽ വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കാൻ ശ്രമിക്കുക. വീണുപോകുമെന്ന് സ്വയം തോന്നുമ്പോൾ അവനവനെ തന്നെ സ്നേഹിക്കുക. അത് മുന്നോട്ടു പോകാനുള്ള ഊർജം നൽകും. ഭക്തരെ, നിങ്ങളെ വേദനിപ്പിച്ചവരെ നിങ്ങൾക്ക് വേദനിപ്പിക്കാൻ കഴിയാത്തത് തന്നെയാണ് അവരിൽ നിന്നും നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത്. നിങ്ങൾക്ക് ശക്തനാകണമെങ്കിൽ ഒറ്റയ്ക്ക് പോരാടാൻ പഠിക്കുക. ക്ഷമ എപ്പോഴും നല്ലതാണ്. പക്ഷേ അത് മുതലെടുക്കാൻ ആരെയും അനുവദിക്കരുത്. ഭക്തരെ, മറ്റൊരാളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന ഒന്നും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വീഴ്ചയിൽ കൈപിടിച്ച് കയറ്റും എന്നുറപ്പുള്ളവരുടെ നേരെ മാത്രമേ കൈനീട്ടാവൂ. ശക്തമായ മനസ്സുകൾ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നു. ശരാശരി മനസ്സുകൾ സംഭവങ്ങൾ ചർച്ച ചെയ്യുന്നു. ദുർബല മനസ്സുകൾ ആളുകളെ ചർച്ച ചെയ്യുന്നു. ഭക്തരെ, ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു എന്നു കരുതി ഒരിക്കലും നിരാശപ്പെടരുത്. വൈകിയാണെങ്കിലും ഒരു വെളിച്ചം നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. എല്ലാവരോടും എല്ലാം പറയാതിരിക്കുക. എല്ലാവരും നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. കൂടെ ഉള്ളതിൻ്റെ വില അറിയണമെങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം അതൊന്ന് നഷ്ടപ്പെടണം. ഭക്തരെ, ഇരുമ്പിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. പക്ഷേ അതിൽ നിന്നും തന്നെ ഉണ്ടാകുന്ന തുരുമ്പിന് കഴിയും. അതുപോലെ തന്നെയാണ് മനുഷ്യരും. ആർക്കും നിങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങളുടെ ചിന്തകൾക്ക് അതിന് കഴിയും. അതിനാൽ എപ്പോഴും നല്ലതു മാത്രം ചിന്തിക്കുക. ഭക്തരെല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.